നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രീത പ്രഭാകർ. നമുക്ക് ഇന്ന് ഹോമിയോപ്പതി എന്താണെന്ന് നോക്കാം. ഹോമിയോപ്പതി എന്തെന്ന് പറയുമ്പോഴത്തേക്ക് ഹോമിയോപ്പതി എന്തെന്നാൽ ഒരു ഹോളിസ്റ്റിക് ഹീലിംഗ് മൊഡാലിറ്റിയാണ് ഹോമിയോപ്പതി. അതായത് ഹോമിയോപ്പതി ചികിത്സിക്കുന്നത് ശരീരത്തിൻ്റെ ഒരു ഭാഗത്തെ മാത്രമല്ല, മറിച്ച് ശരീരത്തിനെയും ഊർജ്ജമണ്ഡലത്തിനെയും മൊത്തമായിട്ടാണ് ഹോമിയോപ്പതി ചികിത്സിക്കുന്നത്. ഹോമിയോപ്പതി വളരെ സയൻറ്റിഫിക് ആയിട്ട് തിട്ടപ്പെടുത്തിയ ഒന്നാണ്. 200 വർഷങ്ങൾക്ക് മുന്നേ ഡോക്ടർ സാമുവൽ ഹാനുമാനാണ് ഹോമിയോപ്പതി കണ്ടുപിടിച്ചത്. അദ്ദേഹത്തെ പറ്റി പറയുവാണെങ്കിൽ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു അലോപ്പതി ഡോക്ടറായിരുന്നു. ഈ അലോപ്പതിയിൽ അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരുപാട് വളരെ വേദനാജനകമായിട്ടുള്ള പല ചികിത്സകൾ കണ്ടിട്ട് അദ്ദേഹത്തിന് വിഷമം തോന്നിയിട്ടാണ് അദ്ദേഹം ഹോമിയോപ്പതി പോലൊരു ചികിത്സാ രീതി കണ്ടുപിടിക്കുന്നത്. തുടക്കത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരുപാട് വർഷത്തെ റിസർച്ചിനൊടുവിലാണ് അദ്ദേഹം ഹോമിയോപ്പതി പോലെയുള്ളൊരു വളരെ വലിയൊരു ചികിത്സാ രീതി അദ്ദേഹം തിട്ടപ്പെടുത്തിയെടുത്തത്. ഹോമിയോപ്പതിയെ പറ്റി പറയുവാണെങ്കിൽ ഹോമിയോപ്പതി ലോകത്തിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് രീതിയാണ്. അത് ശരിക്കും പറഞ്ഞാൽ പലർക്കും അറിയത്തില്ല. അലോപ്പതി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേൾഡിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഹോമിയോപ്പതിയാണ്. അപ്പോൾ ഈ ഹോമിയോപ്പതി എന്തുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഹോമിയോപ്പതിക്ക് സൈഡ് എഫക്റ്റ് ഇല്ല എന്നാണ്. എന്തുകൊണ്ടാണ് ഹോമിയോപ്പതിക്ക് സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഹോമിയോപ്പതിയിലെ ഓരോ മരുന്നുകളും ഉണ്ടാക്കുന്നത് ഒരുപാട് ഡൈല്യൂഷനിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും രോഗികൾക്ക് കൊടുക്കുന്ന ഹോമിയോപ്പതി മരുന്നുകളിൽ പലപ്പോഴും അതിൻ്റെ മെറ്റീരിയൽ കണ്ടൻറ് ഉണ്ടാവത്തില്ല. കാര്യം ഒരുപാട് ഡൈല്യൂഷനിലൂടെ എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കൊണ്ടുപോയി മരുന്ന് എവിടെയെങ്കിലും പോയി നോക്കിയാൽ തന്നെ അതിനകത്ത് മെറ്റീരിയൽ കണ്ടൻറ് തീരെ ഉണ്ടാവത്തില്ല. പകരം മെറ്റീരിയൽ കണ്ടൻറ്റിന് പകരം മരുന്നുകളുടെ ഊർജ്ജമാണ് അതിനകത്ത് ഹീലിങ്ങിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഊർജ്ജം ശരിക്കും പറഞ്ഞാൽ ആക്ട് ചെയ്യുന്നതും മനുഷ്യ ശരീരത്തിനകത്തുള്ള ഊർജ്ജമണ്ഡലത്തിനാണ്. നമ്മൾ വൈറ്റൽ ഫോഴ്സ് എന്നാണ് അതിനെ വിളിക്കുന്നത്, ശരീരത്തിന് ചുറ്റുമുള്ളൊരു ഊർജ്ജമണ്ഡലത്തിനെ. ഈ വൈറ്റൽ ഫോഴ്സിലാണ് ഹോമിയോപ്പതി മരുന്നും ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹോമിയോപ്പതി മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പുതിയൊരു സിംറ്റം ഉണ്ടാവാത്തതും 100% സേഫാണ് ഹോമിയോപ്പതി മരുന്നുകൾ എന്ന് പറയുവാനും കാരണം. നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ തന്നെ കുഞ്ഞുങ്ങളുടെ പല രോഗങ്ങൾക്കും വളരെ വിശ്വാസത്തോടെയും സേഫായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഹോമിയോപ്പതി. കുഞ്ഞുങ്ങളുടെ മാത്രമല്ല, ക്യാൻസർ വരെയുള്ള ഏത് രോഗങ്ങൾക്കും നമുക്ക് ഹോമിയോപ്പതിയിലൂടെ പൂർണ്ണമായിട്ടുള്ള ചികിത്സ നേടാവുന്നതാണ്. പിന്നെ ഹോമിയോപ്പതിയുടെ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് വെച്ചാൽ നമ്മൾ ഒരു മരുന്ന് എടുത്താൽ തന്നെ, അതായത് ഒരു അസുഖം നമ്മളിപ്പോൾ എടുക്കുകയാണെന്ന് കരുതിക്കോളൂ, ആ ഒരു അസുഖത്തിന് തന്നെ 10-30 മരുന്നുകൾ നമുക്കുണ്ടാവും. അതിൽ നിന്ന് ഒരു രോഗിയുടെ സിംറ്റത്തിന്, അതായത് ആ രോഗിയുടെ സിംറ്റത്തിനും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിനും അനുയോജ്യമായിട്ടുള്ള മരുന്ന് നമ്മൾ ഈ മറ്റ് 30 മരുന്നിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അങ്ങനെ കൊടുത്താൽ മാത്രമേ കറക്റ്റായിട്ടുള്ള പരിപൂർണമായിട്ടുള്ളൊരു ഹീലിംഗ് നമുക്കവിടെ ലഭിക്കുകയുള്ളൂ. എന്നാൽ ഇതൊരിക്കലും പുതിയൊരു സിംറ്റം ഉണ്ടാക്കിയിടാനോ അല്ലെങ്കിൽ ഒരു പാർശ്വഫലം ഉണ്ടാക്കിയിടാനോ കെൽപ്പ് നമ്മുടെ ഹോമിയോപ്പതി മരുന്നുകൾക്കില്ല. ശരിയായ രീതിയിൽ കേസ് ടേക്കിങ്ങും ശരിയായ രീതിയിൽ സ്കിൽഫുള്ളായിട്ടൊരു ഡോക്ടർ കറക്റ്റ് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പരിപൂർണമായും നമുക്ക് അസുഖം മാറ്റിയെടുക്കാവുന്നതാണ്. എന്നാൽ ഹോമിയോപ്പതി മാത്രമല്ല, പല തരത്തിലുള്ള ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ് നമുക്ക് ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ്. അപ്പോൾ പേഴ്സണലി പറയുവാണെങ്കിൽ ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റ് രീതി ഒന്നിന് മുകളിലാണെന്നോ ഒന്നിന് താഴെയാണെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ അലോപ്പതി ആണെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്, ഹോമിയോപ്പതി ആണെങ്കിൽ അതിന്, പിന്നെ ആയുർവേദം ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഒരു ശരാശരി മനുഷ്യൻ്റെ പല അവസ്ഥകളിൽ ഈ പറയുന്ന പല മെഡിസിൻസും നമുക്ക് മാറ്റിയും തിരിച്ചുമൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു പെട്ടെന്ന് നമുക്കൊരു ഒരു കറക്ഷൻ വേണ്ടുന്ന ഒരു അസുഖമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അലോപ്പതി നമ്മൾ സ്വീകരിക്കേണ്ടി വരും. അതല്ല, ഒരു അസുഖത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്, നമുക്കത് ഇച്ചിരി സമയമെടുത്ത് നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്നതാണെങ്കിൽ 100% ഹോമിയോപ്പതിയിൽ വളരെ സേഫായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഹോമിയോപ്പതിയുടെ മറ്റു പ്രത്യേകത എന്ന് വെച്ചാൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്സിന് തന്നെ പലയിടങ്ങളിലും പോയി ഇനി രക്ഷയില്ല എന്ന്, അതായത് ട്രിവാൻഡ്രം RCC എന്നൊക്കെ ഇനി ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല എന്ന് പറഞ്ഞു വിടുന്ന പല കേസുകൾക്കും ഹോമിയോപ്പതിയിലൂടെ വർഷങ്ങളോളം വലിയ കുഴപ്പമില്ലാതെ പോയ ഒരുപാട് ആൾക്കാരുണ്ട്.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി തന്നെയാണ് ഹോമിയോപ്പതി. പൊതുവേ എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, ഹോമിയോപ്പതി കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല, വളരെ സാവധാനം മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് പലരും ഹോമിയോപ്പതി സ്വീകരിക്കാൻ മടിക്കുന്നത് തന്നെ. അതിനകത്തൊരു വാസ്തവം എന്താണെന്ന് വെച്ചാൽ, ചില കണ്ടീഷൻസിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹോമിയോപ്പതി നമ്മുടെ ശരീരത്തിൻ്റെ ഊർജ്ജമണ്ഡലം എല്ലാം ബേസ് ചെയ്തിട്ടാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ചില വ്യക്തികളിൽ ഈ ഊർജ്ജമണ്ഡലം വളരെ സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഹോമിയോപ്പതി മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ സഡനായിട്ട് തന്നെ നമുക്ക് ചേഞ്ചസ് വരും. അതുപോലെ അക്യൂട്ട് കണ്ടീഷൻസിലൊക്കെ ആണെങ്കിൽ നമുക്ക് മരുന്ന് കൊടുത്ത് ഏകദേശം ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് വളരെ നല്ല ചേഞ്ചസ് നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ ചില കണ്ടീഷനിൽ, അതായത് വളരെ വീക്കായിട്ടുള്ള ആൾക്കാരും അതുപോലെ ക്രോണിക് കണ്ടീഷൻസിലൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ മരുന്ന് കഴിച്ച ഉടനെ നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല. കുറച്ച് കാലതാമസം അതിനകത്ത് എടുക്കും. ആ കാലതാമസം എടുക്കുന്നത് ഒരിക്കലും മരുന്ന് സ്യൂട്ടബിൾ ആവാത്തത് കൊണ്ടോ ഒന്നുമല്ല. പകരം അവിടെ എന്താ സംഭവിക്കുന്നതെന്നുള്ളത്, ഊർജ്ജമണ്ഡലം വീക്കാവുമ്പോൾ നമ്മുടെ മരുന്നും ഊർജ്ജതലത്തിലാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ശരീരത്തിലോട്ട് അതിൻ്റെ എഫക്റ്റ് വരാൻ കുറച്ച് സമയം എടുക്കും. എന്നാൽ അലോപ്പതിയുടെ മരുന്നുകൾ നമ്മൾ കഴിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഡയറക്റ്റ് മെറ്റീരിയൽ മരുന്ന് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ ആക്ഷൻ കിട്ടും. അതേസമയം ഹോമിയോപ്പതി, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നമ്മൾ ഊർജ്ജമാണ്, ഒരു മരുന്നിൻ്റെ ഊർജ്ജമാണ് അതിനകത്ത് നമ്മൾ ചികിത്സിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഊർജ്ജമണ്ഡലത്തിലോട്ട് കയറി തിരിച്ച് നമ്മുടെ ശരീരത്തിലോട്ട് അതിൻ്റെ ഒരു എഫക്റ്റ് വന്നടങ്ങാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ നമ്മൾ ഒരു ലേശം ക്ഷമ കാണിക്കുവാണെങ്കിൽ നമുക്ക് മറ്റ് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ 100% നമുക്ക് നമ്മുടെ രോഗശാന്തി നമുക്ക് ഉറപ്പുവരുത്താനാകും. കാരണം എന്ന് വെച്ചാൽ ഹോമിയോപ്പതി ബേസ് ചെയ്തിരിക്കുന്ന ഒരുപാട് സ്ട്രോങ് പ്രിൻസിപ്പിളിൻ്റെ ബേസിസിലാണ്.